നമസ്കാരം. ഞാൻ ഡോക്ടർ രാജേഷ് നായർ, അമൃത ഹോസ്പിറ്റലിലെ വൃക്ക രോഗ വിഭാഗം മേധാവിയാണ്. ഇന്ന് ലോക വൃക്ക ദിനമാണ്. ഈ വർഷത്തെ വൃക്ക ദിനത്തിൻ്റെ പ്രമേയം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, കെയറിംഗ് ഫോർ പീപ്പിൾ, പ്രൊട്ടക്റ്റിംഗ് ദി പ്ലാനറ്റ്. ഇതാണ്. പലപ്പോഴും വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകാറേ ഇല്ല. അതുകൊണ്ട് തന്നെ രോഗനിർണയം ടെസ്റ്റുകൾ വഴി, പരിശോധന വഴി നേരത്തെ കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട വൃക്ക സംബന്ധമായിട്ട് അസുഖം വരാനുള്ള കാരണം പ്രമേഹം തന്നെയാണ്. കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൃക്ക സംബന്ധമായിട്ട് പ്രമേഹം കാരണം വരുന്ന അസുഖങ്ങളുടെ പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. പ്രമേഹം വരാതിരിക്കുക, പ്രമേഹം വരികയാണെങ്കിൽ നേരത്തെ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. പിന്നെയുള്ള രക്തസമ്മർദ്ദം, അതും ഒരു നിശബ്ദ കൊലയാളിയാണ്. നേരത്തെ അത് കണ്ടുപിടിക്കുക, അത് നിയന്ത്രിക്കുക. പിന്നെ നമ്മുടെ ഭക്ഷണ രീതി, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. എപ്പോഴും വളരെ ആരോഗ്യപരമായ ഒരു ജീവിതശൈലി, പൊണ്ണത്തടി ഒഴിവാക്കുക, വ്യായാമം ചെയ്യുക, നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം കൂടാതിരിക്കുക. ഇതെല്ലാം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ടുള്ള 2 ടെസ്റ്റുകൾ കൊണ്ട് വൃക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന്, മൂത്രത്തിൻ്റെ ടെസ്റ്റ് തന്നെയാണ്. മൂത്രത്തിൽ ആൽബുമിൻ്റെ പ്രസൻസ്, ആൽബുമിൻ ലീക്ക് ഉണ്ടോ, ചുവന്ന രക്താണുക്കളുണ്ടോ, വെളുത്ത രക്താണുക്കളുണ്ടോ, ഇതെല്ലാം യൂറിൻ ടെസ്റ്റ് കൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. രണ്ടാമത്തെ, ബ്ലഡിലെ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ തോത് നമ്മളെ അറിയിക്കുന്നൊരു ടെസ്റ്റാണ്. ഈ 2 ടെസ്റ്റുകൾ കൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് കിഡ്നിക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാവും. ഒപ്പം തന്നെ വൃക്കയുടെ സ്കാൻ ഉണ്ടെങ്കിൽ കിഡ്നിയുടെ സൈസ്, ജനിതകമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കിഡ്നിയുടെ സിസ്റ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റോൺ ഉണ്ടോ, ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ പ്രമേഹമുള്ള ആൾക്കാർ, രക്തസമ്മർദ്ദമുള്ള ആൾക്കാർ, ഫാമിലിയിൽ കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ, ജനിതകമായിട്ട് കിഡ്നി വൈകല്യമുള്ള ആൾക്കാർ, അടിക്കടി മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അണുബാധ വരുന്ന ആൾക്കാർ, കിഡ്നിയിൽ കല്ലിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, ഇവർക്കെല്ലാം കിഡ്നിയുടെ അസുഖം വരാനും വൃക്ക സംബന്ധമായിട്ടുള്ള പ്രവർത്തന പരാജയം വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കുക. അതുവഴി നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനും ചികിത്സിച്ച് മാറ്റാനും സാധിക്കും.